വെൽക്കം ബാക്ക് ടു വൺ ടീം സ്കൂൾ ഫ്യൂച്ചേഴ്സ് ഫേവറേറ്റ് ട്യൂഷൻ ഹബ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഒരു ഡെയിലി സ്റ്റഡി പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു ഗോ ആൻഡ് വാച്ച് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, എത്ര നേരം പഠിക്കണം അല്ലേ? നമുക്ക് പ്ലാൻ ഉണ്ട്, ടൈം ടേബിൾ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എത്ര നേരം പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എത്ര നേരം നിങ്ങൾ പഠിക്കണം എന്നുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു 7 ഫാക്ടേഴ്സ് ആണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഐഡിയൽ സ്റ്റഡി അവേഴ്സ്. എത്ര നേരം നമ്മൾ ഒരു ദിവസം പഠിക്കണം എന്നുള്ള സിമ്പിളായിട്ട് സയൻറ്റിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് 3 to 4 hours പഠിക്കണം എന്നുള്ളതാണ്. ആൻഡ് അത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് 5 to 6 hours, നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ടൈമിലൊക്കെ 5 to 6 hours എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈം ആവാറാകുമ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5 to 6 hours എന്നുള്ള രീതിയിൽ പഠിക്കാം. പക്ഷേ ഐഡിയലായിട്ട് 3 to 4 hours എങ്കിലും നമ്മുടെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പഠിച്ചിരിക്കും. രണ്ടാമത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എല്ലാവരും പറയുന്നൊരു സംഭവമാണ് കുറേ നേരം പഠിക്കാം. ഓക്കെ, ഒരു 8 hours പഠിക്കാം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു, രാത്രി ഇരുന്ന് പഠിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആ പഠിക്കുന്ന ടൈം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മാക്സിമം പഠിക്കുന്ന ടൈമിൽ ഫോണൊക്കെ മാറ്റി വെക്കുക. ആൻഡ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോരുത്തർ പഠിക്കുന്ന രീതി. ഇപ്പം എഴുതി പഠിക്കുന്ന ആൾക്കാർ കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാർ കാണും, ചിലരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ ജസ്റ്റ് വായിച്ച് പോകുന്ന ആൾക്കാർ കാണും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെത്തേഡ് ഏതാണെന്നുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് പഠിച്ചു പോകുക എന്നുള്ളതാണ്. മൂന്നാമത് ഡിവൈഡ് യുവർ സ്റ്റഡി ടൈം. ഓക്കെ, അപ്പം ഇതിൽ പറയുന്ന പോലെ നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അല്ലാതെ എല്ലാ സബ്ജക്റ്റും ഒരേ ഇത് കൊടുക്കുക എന്നുള്ളതല്ല. ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളത്, ഇപ്പം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് നോർമലി നമ്മൾ എത്ര നേരം പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അക്കൗണ്ടൻസി 2 to 3 hours, എക്കണോമിക്സ് 1.5 hours to 2 hours, ബിസിനസ് സ്റ്റഡീസ് 1 to 1.5 hours എന്നുള്ളത് ഇത് ബേസിക് കാര്യമാണ്. ആൻഡ് ഇതും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർക്ക് അക്കൗണ്ടൻസി ഭയങ്കര സിമ്പിളായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം 2 to 3 hours അതിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചിലർക്ക് തിയറി ആയിരിക്കും ഭയങ്കര പാട്, അവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ ടൈം വേണ്ടി വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 to 3 hours എന്നുള്ള രീതിയിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുക. എക്കണോമിക്സും അതേപോലെ. ഇതൊരു ബേസിക് ഐഡിയലായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾക്ക് ഏതാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളതിന് ഈ പറഞ്ഞ പോലെ 2 to 3 hours എന്നുള്ള രീതിയിൽ കൊടുക്കുക. ബാക്കിയുള്ളത് അതനുസരിച്ച് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫോളോ ദി 50 to 10 റൂൾ. 50 to 10 റൂൾ എന്താണെന്നുള്ളത്, നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 15 minutes പഠിക്കുക, 10 minutes ബ്രേക്ക് എടുക്കുക. ആ 1 hour കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാതിരിക്കുക. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആവേശവും കൂടും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ 10 minutes കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വേറൊരു ടോപ്പിക്കിലോട്ട് നിങ്ങൾക്ക് പോകാനും പറ്റും. ആൻഡ് ദി ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റഡി അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റി. ചില ആൾക്കാർ പറയും രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, രാത്രി ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇന്ന ടൈമിലിരുന്ന് പഠിക്കുക എന്നുള്ളത് പറയും. ആൻഡ് അതും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട്. ചില ആൾക്കാർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവുന്നത്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലേ പ്രൊഡക്റ്റീവ് ആവത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ അല്ലെങ്കിൽ രാത്രി ഇത്ര സ്പെസിഫിക് ടൈമിലിരുന്ന് പഠിച്ചാലായിരിക്കും ഇത് കുറച്ചുകൂടെ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ആവുന്നു. സോ അതാദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്യുക, എന്നിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടൈം എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 1 hour വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് 6th എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ആദ്യമേ ഭയങ്കരമായിട്ട് തുടങ്ങും, പക്ഷേ അൾട്ടിമേറ്റ്ലി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് വിട്ടു, അല്ലെങ്കിൽ വേണ്ട, ഇത് നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് എത്തിച്ചേരുക. അങ്ങനെ എത്തിച്ചേരാതെ ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നോ ഇഷ്യൂ. ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes അല്ലെങ്കിൽ ഒരു ½ hour നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ല, നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 2 or 3 hours ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു ½ hour എങ്കിലും പഠിക്കുക. കാരണം
പഠിച്ചു ആ ഒരു ദിവസം പോലും പഠിക്കാതെ വിടരുത്. എല്ലാ ദിവസവും 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും പറ്റാത്ത ദിവസമാണെങ്കിൽ പോലും കുറച്ച് നേരമെങ്കിലും പഠിക്കുക. കാരണം ഒരു ദിവസം പോലും ഈ ദിവസം ഞാൻ പഠിച്ചില്ല എന്നുള്ള രീതിയിലാവരുത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് 12th അല്ലെങ്കിൽ 10th ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കും ഉറക്കം കളഞ്ഞാലും അല്ലെങ്കിൽ ഉറക്കം കുറച്ച് നിങ്ങൾ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിക്കണം, എല്ലാം അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണെങ്കിലും അതിലും അത്യാവശ്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഒരു മിനിമം 6 to 8 hours എങ്കിലും നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എത്ര നേരം പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതൊക്കെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വർക്കൗട്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇതാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ബേസ് വെച്ചിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കം ജോയിൻ us at One Team School യുവ ബാച്ച്. നമ്മൾ +2 CBSE കോമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയ ബാച്ചാണ്. അപ്പോൾ ഇതിൽ ടിപ്സ് ആൻഡ് കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ജക്ട്സ് വരുന്ന അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ആണ്. ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ One Team School +2 CBSE കോമേഴ്സ്. ആൻഡ് അതേപോലെ നമുക്ക് ഇൻസ്റ്റയിലും പേജുണ്ട്. ഡു ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റ ടു. അപ്പം ഇതിൽ ഒക്കെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ആയിരിക്കും നമ്മൾ ഇടുന്നത്. ആൻഡ് നിങ്ങൾക്ക് നമ്മളോട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഫീസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.